ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കം അതിഗംഭീരമായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗോളുകളെ കൊണ്ട് മാറ്റി തീർത്ത മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് കളം നിറയുന്നുണ്ടായിരുന്നു. നോഹയും പേപ്രയുമെല്ലാം ഹാട്രിക്കിനാൽ മായാജാലം തീർത്തപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തുന്നത്. പുതിയ മാനേജർക്ക് കീഴിൽ പുതിയ പദ്ധതികളുമായി മികച്ച രീതിയിൽ പന്ത് തട്ടിയപ്പോൾ നമ്മൾ പലതും ആഗ്രഹിച്ചതാണ്. നോഹ പേപ്ര ലൂണ കൂട്ടുകെട്ടിൽ സ്കോർ ഷീറ്റിൽ മാറ്റം കൊണ്ടുവന്നപ്പോഴും പലതും സ്വപ്നം കണ്ടുപോയി. ക്വാർട്ടറിൽ ബാംഗ്ലൂരുവാണ് എതിരാളികളെന്നറിഞ്ഞപ്പോഴും ഈ ടീമിനാൽ അവരെയും മറികടക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിച്ചതായിരുന്നു. എന്നാൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തകിടം മറിച്ച പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. ശരിയായ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തു നിന്നും ഒരു അറ്റാക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നും സംശയമാണ്. ഗുർപ്രീതിനെയും ബാംഗ്ലൂരു ഡിഫൻസിനെയും പരീക്ഷിക്കത്തക്ക മുന്നേറ്റം പോലും മത്സരത്തിൽ കണ്ടിരുന്നില്ല. വലിയ പ്രതീക്ഷകളായി മാറിയിരുന്ന നോഹയും പേപ്രയും മത്സരത്തിൽ നിസ്സഹായരായിരുന്നു. ബാംഗ്ലൂരുവിന്റെ നിരന്തരം ആക്രമണത്തിന്റെ ഫലമെന്നോണം ഡയസന്തകനായി അവതരിച്ചതോടെ ഡ്യൂറന്റ് കപ്പ് എന്ന സ്വപ്നവും അവിടെ അവസാനിക്കുകയാണ്. ദുർബലർക്ക് 5ഉം 6ഉം 7ഉം ഗോളുകൾ നൽകിയപ്പോൾ ISLന്റെ വമ്പന്മാർക്ക് മുമ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുട്ടിടിക്കുന്നതാണ് കണ്ടത്. ഡ്യൂറന്റ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ മുംബൈക്കെതിരെ എണ്ണം പറഞ്ഞ ഗോളുകൾ അടിച്ചു കൂട്ടിയെങ്കിലും അത് അവരുടെ റിസർവ് ടീമാണെന്നോർക്കണം. പിന്നീടുള്ള പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോളിന്റെ സമനില മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇതേ രീതിയിലാണ് ISLലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നതെങ്കിൽ ടീമിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ISL ടീമിനോട് കിടപിടിക്കും വിധം ടീമിൽ പല മാറ്റങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. മുന്നേറ്റത്തിലും മധ്യനിരയിലും പല താരങ്ങളും കടന്നു വരേണ്ടതുണ്ട്. പുതിയ സീസണിലേക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്റ്റെഹ്റ ടീമിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ കണ്ടറിയണം. ഒത്തിണക്കത്തോടെ ഒരേ താളത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വേദിയിലും കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടണം.